നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഒപ്പിട്ട് ഇന്ത്യയും ഒമാനും. കരാർ ഉഭയകക്ഷി ബന്ധത്തിന് പുതിയ ആത്മവിശ്വാസം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓർഡർ ഓഫ് ഒമാൻ പുരസ്കാരം സുൽത്താൻ ഹൈതം ബിൻ താരിഖ് നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. മോദിയുടെ സന്ദർശനം ആഘോഷമാക്കി ഇന്ത്യൻ പ്രവാസികൾ. മലയാളത്തിൽ സംസാരിച്ച് പ്രധാനമന്ത്രി. നയതന്ത്ര പ്രത്യേക ഔദ്യോഗിക പാസ്പോർട്ടുകൾ കൈവശമുള്ളവർക്ക് വിസ ഇളവ് നൽകുന്ന ഉഭയകക്ഷി കരാറിൽ ഒപ്പുവച്ച് സൗദി അറേബ്യയും ഇന്ത്യയും. കരാർ ലക്ഷ്യമിടുന്നത് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കാൻ. SIR-ൽ സമയപരിധി നീട്ടണമെന്ന കേരളത്തിന്റെ ആവശ്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുഭാവപൂർവ്വം തീരുമാനമെടുക്കണമെന്ന് സുപ്രീം കോടതി. നിവേദനം സമർപ്പിക്കാൻ കേരളത്തിന് നിർദ്ദേശം. സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ എന്യൂമറേഷൻ നടപടികൾ പൂർത്തിയായി. തിരിച്ചു കിട്ടാനുള്ളത് 8.1% അപേക്ഷ. കരട് പട്ടിക ചൊവ്വാഴ്ച. जो सदस्य के पक्ष में हाँ गए, जो सदस्य विरोध में ना गए, मेरे विचार में निर्णय हाँ वालों के पक्ष में, हाँ वालों के पक्ष में. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമുള്ള VB G-Ram-G ബില്ല് പാസാക്കി ലോക്സഭ. ബില്ല് പാസാക്കിയത് പ്രതിപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പ് മറികടന്ന്. സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടണമെന്ന ആവശ്യം തള്ളി ബില്ല് സഭയിൽ വലിച്ചുകീറി പ്രതിപക്ഷം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് ഗുരുതര സ്വഭാവമുള്ളതെന്ന് ഹൈക്കോടതി. A. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം കേൾക്കണമെന്ന് ജസ്റ്റിസ് A. ഖബറുദ്ദീൻ. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞ് സുപ്രീം കോടതി. വിവാദമായ പാരഡി പാട്ടിൽ പരാതിക്കാരന്റെ മൊഴിയെടുക്കും. പാട്ട് വെബ്സൈറ്റുകളിൽ നിന്ന് പിൻവലിക്കാൻ നീക്കം. സംഘപരിവാറിന്റെ അതേ വഴികളിലാണ് CPM സഞ്ചരിക്കുന്നതെന്ന് പ്രതിപക്ഷം. ഇന്ത്യയും ഒമാനും തമ്മിൽ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഒപ്പുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒമാൻ സന്ദർശനത്തിന്റെ ഭാഗമായാണ് ഇരു രാജ്യങ്ങളും സുപ്രധാന കരാറിൽ ഒപ്പുവെച്ചത്. ഇതോടെ ഇന്ത്യയിൽ നിന്നുള്ള 98% ഉൽപ്പന്നങ്ങൾക്കും ഒമാനിലേക്ക് നികുതിയില്ലാതെ കയറ്റുമതി സാധ്യമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസം നീണ്ടുനിന്ന ഔദ്യോഗിക സന്ദർശനത്തിനിടെയാണ് ഇന്ത്യയും ഒമാനും സുപ്രധാന കരാറിൽ ഒപ്പുവെച്ചത്. പ്രധാനമന്ത്രിയുടെയും ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെയും സാന്നിധ്യത്തിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയലും ഒമാൻ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന വകുപ്പ് മന്ത്രി ഖൈസ് ബിൻ മുഹമ്മദ് അൽ യൂസഫുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. ഇതോടെ ഇന്ത്യയിൽ നിന്നുമുള്ള 98% ഉൽപ്പന്നങ്ങൾക്കും ഒമാനിലേക്ക് നികുതിയില്ലാതെ കയറ്റുമതി സാധ്യമാകും. കഴിഞ്ഞ 2 വർഷത്തിനിടെ ഒമാനിലേക്കുള്ള ഇന്ത്യൻ നിക്ഷേപം 3 ഇരട്ടി വർദ്ധിച്ചുവെന്നാണ് കണക്കുകൾ. തുണിത്തരങ്ങൾ, തുകൽ, പാദരക്ഷകൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, പ്ലാസ്റ്റിക്കുകൾ, ഫർണിച്ചർ, കാർഷിക ഉൽപ്പന്നങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽസ്, മെഡിക്കൽ ഉപകരണങ്ങൾ, ഓട്ടോമൊബൈൽ എന്നീ ഉൽപാദന മേഖലകളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കരകൗശല വിദഗ്ധർ, സ്ത്രീകൾ നയിക്കുന്ന സംരംഭങ്ങൾ, MSMEകൾ എന്നിവയെ ശാക്തീകരിക്കാനും ഇന്ത്യ ഒമാൻ സ്വതന്ത്ര വ്യാപാര കരാർ സഹായിക്കുമെന്ന് കേന്ദ്ര സർക്കാർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ഒമാനിലെ പ്രധാന സേവന മേഖലകളിൽ ഇന്ത്യൻ കമ്പനികൾക്ക് 100% നേരിട്ടുള്ള വിദേശ നിക്ഷേപം അനുവദിക്കുന്നതിനും കരാർ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ ആയുർവേദ മേഖലയ്ക്കും ഒമാനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ഗുണഫലങ്ങൾ ലഭിക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെ ഒമാന്റെ പരമോന്നത ബഹുമതി ഓർഡർ ഓഫ് ഒമാൻ പുരസ്കാരം നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖാണ് പുരസ്കാരം സമ്മാനിച്ചത്. അമൃത ന്യൂസ്, മിഡിൽ ഈസ്റ്റ്. ഒമാനിൽ മലയാളത്തിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് മോദി മലയാളത്തിൽ സംസാരിച്ചത്. मुझे लगता है यहाँ बहुत सारे मलयाली भी हैं. सुखमाणो और सिर्फ मलयालम नहीं, यहां तमिल, तेलुगु, कन्नड़ा और गुजराती बोलने वाले. കേരളത്തിലെ
SIR തീയതി നീട്ടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിവേദനം നൽകാൻ സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതി നിർദ്ദേശം. SIR-നെതിരായ ഹർജികൾ പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത്. മറുപടി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും നിർദ്ദേശമുണ്ട്. SIR-ൽ ഈ മാസം 30 വരെ സമയപരിധി നീട്ടണമെന്നായിരുന്നു സർക്കാർ ആവശ്യം. സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ എന്യൂമറേഷൻ നടപടികൾ പൂർത്തിയായി. ആകെ വോട്ടർമാരുടെ 8.1% അപേക്ഷ ഇനി തിരിച്ചു കിട്ടാനുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ പറഞ്ഞു. കേരളത്തിൽ 100% ഡിജിറ്റലൈസേഷൻ പൂർത്തിയായെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അപേക്ഷ നൽകിയവരുടെ പേരുൾപ്പെടുത്തി ഡിസംബർ 23-ന് കരട് പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ വ്യക്തമാക്കി. തിരിച്ചു കിട്ടാത്ത അപേക്ഷകരുടെ പട്ടികയും 23-ന് തന്നെ പ്രത്യേകം പ്രസിദ്ധീകരിക്കും. 24.8 ലക്ഷം പേരുടെ അപേക്ഷ ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മരിച്ചിട്ടുള്ള ആൾക്കാരുടെ കണക്ക് 6.49 ലക്ഷം. പിന്നെ അൺട്രേസബിൾ ആൾക്കാർ കണ്ടെത്താത്ത സാഹചര്യത്തിൽ പിന്നെ ആബ്സെന്റ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ആൾക്കാർ 6.89 ലക്ഷം. പിന്നെ ഷിഫ്റ്റഡ് മാറി താമസിക്കുന്ന ആൾക്കാരുടെ കണക്ക് 8.21 ലക്ഷം. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ്സ് ആയിട്ട് വന്നിട്ടുള്ളവർ 1.34 ലക്ഷം. പിന്നെ അതേഴ്സ് കാറ്റഗറി എന്നറിയപ്പെടുന്നതിൽ 1.86 ലക്ഷമാണ്. ഇത്ര ആൾക്കാരാണ് 24.81 ലക്ഷം അൺകളക്റ്റബിൾസ് ആയി വന്നിട്ടുള്ളത്. കരട് പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം അന്നു മുതൽ 2 മാസം പരാതികൾ ബോധിപ്പിക്കാനുള്ള അവസരമുണ്ട്. കരട് പട്ടികയിൽ പേരില്ലെങ്കിലോ മാറ്റം വരുത്തണമെങ്കിലോ ഓൺലൈനായോ നേരിട്ടോ തിരുത്തലുകൾ വരുത്താം. പിന്നെ 23-ാം തീയതി നമ്മൾ ഡ്രാഫ്റ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഈ ASD ലിസ്റ്റ്, അതായത് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള ലിസ്റ്റ് മോഡിഫൈ ചെയ്യപ്പെടും. കാരണം കുറേ ആൾക്കാരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുവാണെങ്കിൽ അത് കണ്ടെത്താൻ ഉള്ള ആൾക്കാർ മറ്റേ ലിസ്റ്റിലേക്ക് നമ്മൾ ഡ്രാഫ്റ്റ് ലിസ്റ്റിലേക്ക് കൊണ്ടുപോകും. പിന്നെ ഈ ASD ലിസ്റ്റ് ആബ്സെന്റ്, ഷിഫ്റ്റഡ്, ഡെഡ് ആയിട്ടുള്ള ലിസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് 23-ാം തീയതി നമ്മൾ പ്രസിദ്ധീകരിക്കും. ഫെബ്രുവരി 21-ന് പുതുക്കിയ പട്ടിക പ്രസിദ്ധീകരിക്കും. അതിനുശേഷവും നോമിനേഷൻ സമർപ്പിക്കുന്ന അവസാന ദിവസം വരെ വേണ്ട തിരുത്തലുകൾ വരുത്താനുള്ള അവസരമുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ മറികടന്ന് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമുള്ള VBG റാംജി തൊഴിലുറപ്പ് ബില്ല് ലോക്സഭ പാസാക്കി. ശബ്ദ വോട്ടോടെയാണ് ബില്ല് പാസാക്കിയത്. സംയുക്ത പാർലമെന്ററി സമിതിക്ക് ബില്ല് വിടണമെന്ന പ്രതിപക്ഷ ആവശ്യം തള്ളിയാണ് സർക്കാർ ബില്ല് പാസാക്കിയത്. അതേസമയം ബില്ല് വലിച്ചുകീറി പ്രതിപക്ഷം പ്രതിഷേധിച്ചു. VBG റാംജി തൊഴിലുറപ്പ് ബിൽ പാസാക്കുക എന്നത് BJPയുടെ രാഷ്ട്രീയ തീരുമാനമെന്നത് വ്യക്തമാക്കിക്കൊണ്ടാണ് സഭാ നടപടികൾ മുന്നോട്ട് പോയത്. ബില്ല് പാസാക്കാൻ അനുവദിക്കില്ല എന്ന് പ്രതിപക്ഷം നിലപാടെടുത്തപ്പോൾ പ്രതിപക്ഷ നിലപാടുകളെ നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് ശബ്ദ വോട്ടോടുകൂടി ബിൽ സഭ കടന്നത്. ബില്ലിലെ ചർച്ചയ്ക്ക് കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ മറുപടി പറയുമ്പോൾ പ്രതിഷേധമുയർത്തിയ പ്രതിപക്ഷം ബില്ല് കീറിയെറിഞ്ഞു. और मैंने कल सभी मान्य सदस्यों को पर्याप्त अवसर, पर्याप्त समय चर्चा के लिए दिया है. भारत के लोकतंत्र के अनुरूप भी नहीं है. माननीय मंत्री നടുത്തളത്തിലിറങ്ങി മഹാത്മാഗാന്ധിയുടെ ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടിയായിരുന്നു പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിച്ചത്. ബില്ലിന്റെ പേരിനെയും ഉള്ളടക്കത്തെയും ഇന്ന് പുലർച്ചെ വരെ നീണ്ട ചർച്ചയിൽ പ്രതിപക്ഷം ശക്തമായി എതിർത്തു. എന്നാൽ അതിനെല്ലാം വിശദമായ മന്ത്രിയുടെ മറുപടി വന്നു. നിലവിലുള്ള പദ്ധതി കൊണ്ട് മതിയായ തൊഴിൽ നൽകാൻ കഴിയുന്നില്ല. ഗ്രാമങ്ങളുടെ വികസനമായിരുന്നു ഗാന്ധിജിയുടെ ലക്ഷ്യമെന്നും അത് നടപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നും കേന്ദ്ര ഗ്രാമവികസന മന്ത്രി വ്യക്തമാക്കി. മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ നടപ്പിലാക്കാനാണ് പ്രധാനമന്ത്രി ശ്രമിക്കുന്നത് എന്നും തങ്ങളുടെ ഹൃദയത്തിലാണ് गांधी उल्लदेन्नु मंत्री കൂട്ടിച്ചേർത്തു. पूज्य बापू के चरणों में प्रणाम करना चाहता हूं. बापू हमारी श्रद्धा है, बापू जी हमारे आदर्श है, बापू हमारी प्रेरणा है, बापू हमारा विश्वास है. രാജ്യസഭ കൂടി അംഗീകരിക്കുന്നതോടെ ബില്ലിനെ സംബന്ധിക്കുന്ന അടിസ്ഥാന നടപടിക്രമങ്ങൾ പൂർത്തിയാകും. തൊഴിൽ ദിനങ്ങൾ കൂടുമെങ്കിലും സംസ്ഥാനങ്ങൾക്ക് മേലുള്ള അധിക ഭാരത്തിന്റെ കാര്യത്തിൽ എന്തു നിലപാടുണ്ടാകും എന്നുള്ളതാണ് പ്രധാനം. മാത്രമല്ല ജോലികൾ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് കേന്ദ്രമാകുമ്പോൾ ഫെഡറൽ സംവിധാനത്തെയും ബാധിക്കുമോ എന്നതും ആശങ്കയാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. തൊഴിലുറപ്പ് പദ്ധതിയിൽ മഹാത്മാഗാന്ധിയുടെ പേരെടുത്ത് മാറ്റിയതിൽ കേന്ദ്ര സർക്കാർ ഒരു മറുപടിയും പറഞ്ഞില്ലെന്ന് NK പ്രേമചന്ദ്രൻ MP. സംസ്ഥാനങ്ങൾ സഹകരിച്ചില്ലെങ്കിൽ 125 ദിവസത്തെ തൊഴിൽ എങ്ങനെയാണ് ഉറപ്പു നൽകുക എന്നും അദ്ദേഹം ചോദിച്ചു. തികച്ചും ഒരു അൺഡെമോക്രാറ്റിക് ആയിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ്
മൻരേഗ ബില്ലിനെ കാലഹരണപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ നിയമനിർമ്മാണത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ കേരളത്തെ ശ്വാസം മുട്ടിക്കുകയാണെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. 5,900 കോടി രൂപയാണ് കുറച്ചിട്ടുള്ളത്. ക്ഷേമ പെൻഷനെ അടക്കം കേന്ദ്ര തീരുമാനം ബാധിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഓരോ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് കേന്ദ്രം പുറകോട്ട് മാറുകയാണ്. കേന്ദ്രം സംസ്ഥാനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് കവരുന്ന തരത്തിൽ, പിടിച്ചെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചെയ്യുകയാണ്. ഗ്രാമീണ പ്രദേശങ്ങളിൽ ആൾക്ക് വരുമാനം കിട്ടുന്ന തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വല്ലാതെ പരുങ്ങലിലാക്കുന്ന, ഈ നാട്ടിലെ ഉൾപ്പെടെ സാധാരണക്കാരുടെ തൊഴിലും വരുമാനം ഇല്ലാതാക്കുന്ന അങ്ങേയറ്റത്തെ തെറ്റായ സാമ്പത്തിക നയവുമായിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് തൊഴിലുറപ്പിൻ്റെ കാര്യം വന്നേക്കുന്നത്. അതൊരു ചെറിയ കാര്യമല്ല. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി ഈ മാസം 30 വരെ നീട്ടി. പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും സമർപ്പിച്ച ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി 30-ാം തീയതി പരിഗണിക്കും. അതേസമയം കട്ടിളപ്പാളി കേസിൽ എ പത്മകുമാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ജനുവരിയിലേക്ക് മാറ്റി. ദ്വാരപാലക ശില്പക്കേസിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ പത്മകുമാർ സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ വിധി പറയുന്നതാണ് 30-ാം തീയതിയിലേക്ക് മാറ്റിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച ജാമ്യ ഹർജിയും അന്നേ ദിവസം കോടതി പരിഗണിക്കും. റിമാൻഡ് കാലാവധി കഴിഞ്ഞതോടെ പത്മകുമാറിനെ ഇന്ന് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി. ഈ മാസം 30 വരെ വീണ്ടും റിമാൻഡ് ചെയ്തു. കട്ടിളപ്പാള കേസിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷ വിജിലൻസ് കോടതി തള്ളിയതോടെ എ പത്മകുമാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പത്മകുമാർ സമർപ്പിച്ച ജാമ്യ ഹർജി ജനുവരിയിലാണ് ഹൈക്കോടതി പരിഗണിക്കുക. തനിക്ക് മാത്രമല്ല ദേവസ്വം ബോർഡിന് കൂട്ടുത്തരവാദിത്തം ഉണ്ടെന്നതാണ് പത്മകുമാറിന്റെ വാദം. എന്നാൽ ദേവസ്വം ബോർഡ് അംഗങ്ങൾ SITക്ക് നൽകിയ മൊഴി പത്മകുമാറിന് എതിരായിരുന്നു. തങ്ങൾ ഒപ്പിട്ട് പൂർത്തിയാക്കിയ മിനിറ്റ്സിലാണ് പത്മകുമാർ ചെമ്പെന്ന് എഴുതി ചേർത്തതെന്നാണ് ദേവസ്വം ബോർഡ് അംഗങ്ങൾ നൽകിയ മൊഴി. കേസിൽ ഇതുവരെയും ഒരു പ്രതികൾക്കും ജാമ്യം അനുവദിച്ചു നൽകിയിട്ടില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും സൂചനയുണ്ട്. അതേസമയം കേസിന്റെ രേഖകൾ ആവശ്യപ്പെട്ട ED സമർപ്പിച്ച ഹർജിയിൽ വിജിലൻസ് കോടതി നാളെ വിധി പറയും. പ്രോസിക്യൂഷന്റെ എതിർപ്പ് കൂടെ പരിഗണിച്ചാകും കോടതി തീരുമാനമെടുക്കുക. അമൃത ന്യൂസ്, കൊല്ലം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീക്ക് താൽക്കാലിക ആശ്വാസം. മുൻകൂർ ജാമ്യാപേക്ഷ അംഗീകരിച്ച ജയശ്രീയുടെ അറസ്റ്റ് സുപ്രീം കോടതി താൽക്കാലികമായി തടഞ്ഞു. അടുത്ത മാസം 8, 9 തീയതികളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശം നൽകി. പാരഡി ഗാനവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വാക്പോര് തുടർന്ന നേതാക്കൾ മന്ത്രി വി ശിവൻകുട്ടിയും VD സതീശനുമാണ് നിലപാടുകളുമായി രംഗത്തെത്തിയിട്ടുള്ളത്. അതേസമയം ഗാനം എഴുതിയ JP കുഞ്ഞബ്ദുള്ളയ്ക്ക് നിയമസഹായമടക്കം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വാഗ്ദാനം ചെയ്തു. UAE-യിൽ കനത്ത മഴയും കാറ്റും. റാസൽ ഖൈമയിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിൽ നിന്നും കല്ല് തലയിൽ വീണ് മലയാളി മരിച്ചു. മഴ നനയാതിരിക്കാൻ നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിൽ കയറി നിന്ന് മലപ്പുറം കൊടിങ്ങി സ്വദേശി സൽമാൻ ഹാരിസൺ ആണ് മരിച്ചത്. നാളെ കൂടി രാജ്യത്ത് കനത്ത മഴയും കാറ്റും തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. രാജ്യമൊട്ടാകെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അബുദാബിയിൽ ജലം ഒഴുക്കുള്ള താഴ്വരകളിലേക്കുള്ള ഗതാഗതം നിരോധിച്ചു. റാസൽ ഖൈമയിൽ രാവിലെ കൊടുങ്കാറ്റിന് സമാനമായ രീതിയിലാണ് കാറ്റ് വീശിയടിച്ചത്. നിരവധി നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആലിപ്പഴ വർഷത്തോടെ പെയ്ത മഴയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. കനത്ത മഴ ഡെലിവറി ജീവനക്കാരെയും സാരമായി ബാധിച്ചു. നയതന്ത്ര പ്രത്യേക ഔദ്യോഗിക പാസ്പോർട്ടുകൾ കൈവശമുള്ളവർക്ക് വിസ ഇളവ് നൽകുന്ന ഉഭയകക്ഷി കരാറിൽ സൗദി അറേബ്യയും ഇന്ത്യയും ഒപ്പുവച്ചു. സൗദി അറേബ്യയിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹൈൽ ഇജാസ് ഖാനും സൗദി വിദേശ മന്ത്രാലയത്തിൽ പ്രോട്ടോകോൾ കാര്യങ്ങൾക്കുള്ള അണ്ടർ സെക്രട്ടറി അബ്ദുൾ മജീദ് ബിൻ റാഷിദ് അൽ സമാരിയുമാണ് കരാറിൽ ഒപ്പുവച്ചത്. സൗദി ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് കൗൺസിലിന്റെ ചട്ടക്കൂടിനുള്ളിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കാനും ഉദ്യോഗസ്ഥരുടെ നീക്കം മെച്ചപ്പെടുത്താനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. സൗദിയിൽ സംരക്ഷിത വനപ്രദേശങ്ങളിൽ നിശ്ചിത വഴികളിലൂടെ അല്ലാതെ വാഹനങ്ങളുമായി പ്രവേശിക്കുന്നത് വിലക്കുള്ളതായി സൗദി പരിസ്ഥിതി ജലകൃഷി മന്ത്രാലയം പറഞ്ഞു. നിയമം ലംഘിച്ചാൽ 2000 റിയാൽ പിഴ ചുമത്തുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പരിസ്ഥിതി സുസ്ഥിരതയും ഉയർന്ന ജീവിത നിലവാരവും കൈവരിക്കുക എന്ന സൗദി ലക്ഷ്യങ്ങൾക്ക് അനുസ്മൃതമായി സസ്യജാലങ്ങളുടെ സംരക്ഷണം വർദ്ധിപ്പിക്കുന്നതിനും ജൈവ വൈവിധ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന രീതികൾ കുറയ്ക്കുന്നതിനും മരുഭൂമീകരണത്തെ ചെറുക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് നടപടിയെന്നും മന്ത്രാലയം വ്യക്തമാക്കി.
കുവൈറ്റിൽ പുതുവത്സരത്തോടനുബന്ധിച്ചുള്ള അവധികൾ പ്രഖ്യാപിച്ചു. ഇതുപ്രകാരം 2026 ജനുവരി 1 വ്യാഴാഴ്ച രാജ്യത്ത് പൊതു അവധിയായിരിക്കും. ഇന്നേ ദിവസം എല്ലാ സർക്കാർ മന്ത്രാലയങ്ങൾക്കും പൊതുസ്ഥാപനങ്ങൾക്കും സർക്കാർ ഏജൻസികൾക്കും അവധിയായിരിക്കുമെന്ന് സിവിൽ സർവീസ് കമ്മീഷൻ അറിയിച്ചു. വ്യാഴാഴ്ച ഔദ്യോഗിക അവധി പ്രഖ്യാപിച്ചതോടെ അതേ തുടർന്നുള്ള വെള്ളി ശനി ദിവസങ്ങളിലെ വാരാന്ത്യ അവധി കൂടി ചേർത്താൽ രാജ്യത്തെ സർക്കാർ ജീവനക്കാർക്ക് തുടർച്ചയായ 3 ദിവസത്തെ അവധി ലഭിക്കും. അവധി കഴിഞ്ഞ് ജനുവരി 4-നായിരിക്കും ഓഫീസുകൾ വീണ്ടും തുറന്ന് പ്രവർത്തിക്കുക. അതേസമയം പ്രത്യേക സ്വഭാവമുള്ള സ്ഥാപനങ്ങൾ ഈ കാലയളവിൽ പ്രവർത്തിക്കും. കുവൈറ്റിൽ ബാങ്കിംഗ് തട്ടിപ്പുകളും ഓൺലൈൻ സാമ്പത്തിക കുറ്റകൃത്യങ്ങളും തടയാൻ സർക്കാർ കർശന നടപടികൾ സ്വീകരിക്കുന്നു. ഇലക്ട്രോണിക് തട്ടിപ്പുകൾ, ബാങ്ക് രേഖകളിൽ കൃത്രിമം കാണിക്കൽ, വ്യാജ ചെക്ക് നൽകൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്നതിനായി പ്രത്യേക ബാങ്കിംഗ് അഫയേഴ്സ് പ്രോസിക്യൂഷൻ ഓഫീസ് സ്ഥാപിക്കുമെന്ന് അറ്റോർണി ജനറൽ സാദ് അൽ സഫ്രാൻ പ്രഖ്യാപിച്ചു. സാമ്പത്തിക ഇടപാടുകൾ അതിവേഗം ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറുന്ന സാഹചര്യത്തിൽ ബാങ്കിംഗ് മേഖലയിലുള്ള വിശ്വാസ്യത വർദ്ധിപ്പിക്കാനാണ് പുതിയ വിഭാഗം രൂപീകരിക്കുന്നത്. ആധുനിക കാലത്തെ നൂതനമായ ബാങ്കിംഗ് കുറ്റകൃത്യങ്ങളെ നേരിടാൻ സാധാരണ അന്വേഷണ സംവിധാനങ്ങളെക്കാൾ വൈവിധ്യമുള്ള ഒരു വിഭാഗം അത്യാവശ്യമാണെന്ന് അറ്റോർണി ജനറൽ അറിയിച്ചു. ടയറുകൾ പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് ജിദ്ദയിൽ നിന്ന് കരിപ്പൂരിലേക്ക് തിരിച്ച എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം കൊച്ചി വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി. ജിദ്ദ വിമാനത്താവളത്തിലെ റൺവേയിൽ വെച്ച് ടേക്ക് ഓഫിനിടെയാണ് ടയറുകൾക്ക് കേടുപാട് സംഭവിച്ചത്. 160 യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. പുലർച്ചെ 1:15 ജിദ്ദയിൽ നിന്ന് കരിപ്പൂരിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് സാങ്കേതിക തകരാർ മൂലം നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. രാവിലെ 9:08 ലാൻഡിംഗ്. ഏതോ ബാഹ്യവസ്തു മൂലം ജിദ്ദ വിമാനത്താവളത്തിലെ ടേക്ക് ഓഫിനിടെ വിമാനത്തിന്റെ ടയറിന് കേടുപാടുണ്ടായി എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ മുൻകരുതൽ ലാൻഡിംഗ് നടത്തുകയായിരുന്നുവെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു. 160 യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ഇവരെ റോഡ് മാർഗം കരിപ്പൂരിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ എയർ ഇന്ത്യ നടത്തി. ടേക്ക് ഓഫ് സമയത്ത് വലിയ പൊട്ടിത്തെറി ശബ്ദം കേട്ടതായി യാത്രക്കാർ പറഞ്ഞു. ഭയങ്കര സൗണ്ടായിരുന്നു. പൈലറ്റിന്റെ കൈ തന്നെയാണ് ഇത് സേഫ് ലാൻഡ് ചെയ്തത്. എടുക്കുമ്പോൾ തന്നെ ടയറിന് വലിയ സൗണ്ടും ഭയങ്കര വൈബ്രേഷനും ഒക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും പേടിച്ചിട്ടുണ്ടായിരുന്നു. ലാൻഡിംഗ് സംബന്ധിച്ച വിവരം 8:35 സിയാലിന് ലഭിച്ചത്. ഉടൻ തന്നെ എയർപോർട്ട് റെസ്ക്യൂ ആൻഡ് ഫയർ ഫൈറ്റിംഗ്, CISF, ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസികൾ, ഇതര റെസ്ക്യൂ സർവീസുകൾ എന്നിവയുൾപ്പെടെയുള്ള സിയാൽ സംഘവും ഒപ്പം സംസ്ഥാന അഗ്നിശമന പോലീസ് സേനകളും പൂർണ്ണസജ്ജരായിരുന്നു. ലാൻഡിംഗിന് ശേഷം നടത്തിയ പരിശോധനയിൽ വലതുഭാഗത്തുള്ള 2 ടയറുകളും പൊട്ടിയതായി സ്ഥിരീകരിച്ചു. തടസ്സങ്ങൾ മാറ്റിയ ശേഷം 9:45 റൺവേ വീണ്ടും പ്രവർത്തന സജ്ജമായി. 9:48 ആദ്യ വിമാനം ടേക്ക് ഓഫ് ചെയ്തു. അമൃത ന്യൂസ്, കൊച്ചി. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. ശബരിമലയിൽ ദർശനം നടത്തി മണർകാട് സംഘം. 50 പേരടങ്ങുന്ന സംഘമാണ് ശബരിമലയിൽ എത്തിയത്. പണ്ടുകാലങ്ങളിൽ ശബരിമല ക്ഷേത്രത്തിൽ പൂജയ്ക്കെത്തുന്ന തന്ത്രിക്കും മേൽശാന്തിക്കും കാനനപാതയിൽ അകമ്പടി സേവിച്ചിരുന്നവരാണ് ഈ സംഘം. ഘോരവനമായിരുന്ന ശബരിമലയിലേക്ക് പണ്ടുകാലങ്ങളിൽ പൂജക്കായി എത്തിയിരുന്ന തന്ത്രിക്കും മേൽശാന്തിക്കും അകമ്പടി സേവിച്ചതിന്റെ പൈതൃകം പേറിയാണ് മണർകാട് സംഘം മല ചവിട്ടിയത്. ചൊവ്വാഴ്ച മണർകാട് ഭഗവതി ക്ഷേത്രത്തിലെ ശാസ്താ സന്നിധിയിൽ നിന്നും കെട്ടുമുറുക്കി പരമ്പരാഗത കാനനപാതയായ പേരൂർത്തോട്, അഴുത, കരിമല എന്നിവ താണ്ടി ഇന്നലെ സംഘം പമ്പയിലെത്തിയിരുന്നു. പമ്പയിൽ വിരിവെച്ച് പമ്പാ സദ്യയും നടത്തി ഇന്ന് പുലർച്ചെയാണ് നീലിമല കയറിയത്. 50 പേരടങ്ങുന്ന സംഘമാണ് ഇക്കുറി ശബരിമലയിലെത്തിയത്. കാലാകാലങ്ങളായി മുടങ്ങിക്കിട്ടുന്ന ആചാരം ഞങ്ങൾ 30 വർഷമായിട്ട് ഇപ്പോൾ ഞങ്ങൾ വീണ്ടും അത് സംഘമായിട്ട് വന്ന് ശബരിമലയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സന്നിധാനത്ത് ദർശനം നടത്തിയ മണർകാട് സംഘം നീലപ്പട്ട് വിരിച്ച് 28 കരകളിൽ നിന്നും ഭക്തർ സമർപ്പിച്ച കാണിക്ക ശബരീശ സന്നിധിയിൽ അർപ്പിച്ചു. ഉച്ചപൂജയ്ക്ക് ശേഷം തന്ത്രിയിൽ നിന്നും പ്രസാദവും സ്വീകരിച്ചാണ് സംഘം മലയിറങ്ങിയത്. അമൃത ന്യൂസ്, സന്നിധാനം. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനം അംഗീകരിച്ച് സുപ്രീം കോടതി. സർക്കാർ ചാൻസലർ സമവായത്തിൽ കോടതിക്ക് സന്തോഷമെന്ന് ജസ്റ്റിസ് JB പർദേവാല അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ഭാവിയിലായിരുന്നു ആശങ്കയെന്നും കേസിൽ ഉയർന്നു വന്ന നിയമവശങ്ങൾ പിന്നീട് പരിഗണിക്കുമെന്നും കോടതി വ്യക്തമാക്കി.
സുപ്രീം കോടതി നിലപാട് കടുപ്പിച്ചതോടെയാണ് സർക്കാരും ഗവർണറും തമ്മിൽ സമവായത്തിലെത്തി ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ വിസിമാരെ നിയമിച്ചത്. ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ നിയമനം നടത്തിയ കാര്യം ഗവർണർ സുപ്രീം കോടതിയെ അറിയിച്ചു. യോഗ്യതയുടെ അടിസ്ഥാനത്തിലായിരുന്നു നിയമനമെന്നും ഗവർണർ അറിയിച്ചു. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലാണ് സമവാക്യമുണ്ടായതെന്ന് അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി കോടതിയിൽ വ്യക്തമാക്കി. സമവായത്തിലെത്തി തർക്കം പരിഹരിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ജസ്റ്റിസ് JB പർദിവാല പറഞ്ഞു. ശുഭകാര്യങ്ങളുണ്ടായെന്ന് നിരീക്ഷിച്ച കോടതി വിദ്യാർത്ഥികളുടെ ഭാവിയിലായിരുന്നു ആശങ്കയെന്ന് വ്യക്തമാക്കി. വിഷയത്തിൽ കൃത്യമായി ഇടപെട്ട ജസ്റ്റിസ് സുധാൻഷു ധൂലിയ സമിതിക്കും കോടതി നന്ദി അറിയിച്ചു. സ്ഥിരം വിസിയില്ലാതെ സർവകലാശാലകൾക്ക് പ്രവർത്തിക്കാനാകില്ലെന്ന് നിരീക്ഷിച്ച കോടതി ഇത്തരം ചർച്ചകൾ ഭാവിയിലും തുടരണമെന്നും നിർദ്ദേശിച്ചു. അതേസമയം 2 സർവകലാശാലകളിലെ വിസിമാരുടെ നിയമനങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേസിൽ ഉയർന്നുവന്ന നിയമപ്രശ്നങ്ങൾ കോടതി തുടർന്നും പരിഗണിക്കുമെന്നും ജസ്റ്റിസ് പർദിവാല പറഞ്ഞിട്ടുണ്ട്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വിസിമാരായി സിസ തോമസിനെയും സജി ഗോപിനാഥിനെയുമാണ് ഗവർണർ നിയമിച്ചിരിക്കുന്നത്. നിയമനവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾ തുടരുന്നുണ്ടെങ്കിലും നിയമപരമായി താൽക്കാലിക പരിഹാരം കണ്ടത് സർക്കാരിനും ഗവർണർക്കും ആശ്വാസമാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. VC നിയമനത്തിലെ ഗവർണർ മുഖ്യമന്ത്രി ഒത്തുതീർപ്പ് പരിഹാസ്യമാണെന്നും സംഘപരിവാറും CPM-ഉം തമ്മിലുള്ള ഒത്തുതീർപ്പാണിതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഗവർണറും മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഒത്തുതീർപ്പ് കേരളത്തിലെ ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. കഴിഞ്ഞ എത്രയോ മാസങ്ങളായി ഈ വൈസ് ചാൻസലർ നിയമനത്തിൻ്റെ പേരിൽ ഗവർണർക്കെതിരായി സമരവും യൂണിവേഴ്സിറ്റിയിൽ കലാപവുമാണ് CPM ഉണ്ടാക്കിയത്. ഒടുവിൽ കേന്ദ്ര വിലക്കിന് വഴങ്ങി സർക്കാർ. IFFK-യിൽ കേന്ദ്രം വിലക്കിയ 6 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കില്ല. ചിത്രങ്ങൾ പ്രദർശിപ്പിക്കരുതെന്ന് ചീഫ് സെക്രട്ടറിക്ക് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് നടപടി. 30ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ 19 സിനിമകളുടെ പ്രദർശനത്തിനാണ് നേരത്തെ വാർത്താവിതരണ മന്ത്രാലയം അനുമതി നിഷേധിച്ചത്. പിന്നീട് പല ഘട്ടങ്ങളിലായി 12 ചിത്രങ്ങളുടെ വിലക്ക് നീക്കിയിരുന്നു. എന്നാൽ 7 ചിത്രങ്ങളുടെ പ്രദർശന വിലക്ക് തുടരുകയായിരുന്നു. ചലച്ചിത്രമേളയിൽ ഷെഡ്യൂൾ ചെയ്ത സിനിമകൾ പ്രദർശിപ്പിക്കാനാകാത്തത് രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. ഒടുവിൽ ശക്തമായ നിലപാടുമായി സംസ്ഥാന സർക്കാർ രംഗത്തെത്തി. കത്രിക വെക്കലുകൾക്ക് പ്രബുദ്ധ കേരളം വഴങ്ങില്ലെന്നും പ്രദർശനാനുമതി നിഷേധിക്കപ്പെട്ട എല്ലാ സിനിമകളും മേളയിൽ പ്രദർശിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ നിലപാട് തുടരാൻ ഇനി സംസ്ഥാന സർക്കാരിന് സാധിക്കില്ല. ഓൾ ദാറ്റ് ലെഫ്റ്റ്സ് ഓഫ് യു, ക്ലാഷ്, യെസ്, ഫ്ലെയിംസ്, ഈഗിൾസ് ഓഫ് ദി റിപ്പബ്ലിക്, എ പോയറ്റ് എന്നീ സിനിമകൾ പ്രദർശിപ്പിക്കരുതെന്ന് ചീഫ് സെക്രട്ടറിക്ക് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം കർശന നിർദ്ദേശം നൽകി. ഇതേ തുടർന്ന് ചീഫ് സെക്രട്ടറി നിർദ്ദേശം ചലച്ചിത്ര അക്കാദമിക്ക് കൈമാറി. ഇനി ഈ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. VC നിയമന വിഷയത്തിൽ ഗവർണറുമായുള്ള സമവായത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ CPM-നുള്ളിലും മുന്നണിക്കുള്ളിലും വിമർശനം. സുപ്രീം കോടതി വരെ എത്തിയ നിയമ പോരാട്ടത്തിൽ സർക്കാർ കീഴടങ്ങുമ്പോൾ രാഷ്ട്രീയമായി തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലാണ് നേതാക്കൾക്കുള്ളത്. കോടതി അന്ത്യശാസനം നൽകിയതിനാൽ അടിയന്തര തീരുമാനം എടുത്തു എന്ന മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ നേതൃത്വം തൃപ്തരല്ല. മുഖ്യമന്ത്രി ഏകപക്ഷീയമായി എടുത്ത തീരുമാനത്തെ പതിവിന് വിപരീതമായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചോദ്യം ചെയ്ത നടപടിയും ഏറെ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തോൽവി മറികടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനിരിക്കുമ്പോഴാണ് CPM-നുള്ളിലും ഇടതുമുന്നണിയിലും അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുന്നത്. കേന്ദ്രത്തിന്റെ വിവിധ നിലപാടുകൾക്കെതിരെ കേരളം നടത്തുന്ന നിയമ പോരാട്ടം സുപ്രീം കോടതി വരെ എത്തി നിൽക്കുമ്പോഴാണ് ഗവർണറുടെ വിഷയത്തിൽ മുഖ്യമന്ത്രി സമവായത്തിലെത്തിയത്. VC-മാരുടെ നിയമന കാര്യത്തിൽ സുപ്രീം കോടതി നേരിട്ട് തീരുമാനമെടുക്കുമെന്ന ഘട്ടമെത്തിയപ്പോഴാണ് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയ മുഖ്യമന്ത്രി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായത്. എന്നാൽ ഈ തീരുമാനം പാർട്ടിയിലോ മുന്നണിയിലോ ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി എടുത്തതിൽ CPM-നുള്ളിലും CPI-ക്കും കടുത്ത വിമർശനമാണുള്ളത്. അതിവേഗത്തിൽ ഗവർണറുമായി ഒത്തുതീർപ്പിലെത്തുമ്പോൾ ഇത്രയും നാൾ നടത്തിയ പോരാട്ടങ്ങൾക്ക് പ്രസക്തി നഷ്ടപ്പെട്ടുവെന്ന് നേതാക്കൾ വിമർശിക്കുന്നു. ഗവർണർ സർക്കാർ അന്തർധാര എന്ന പ്രതിപക്ഷ വിമർശനം കൂടുതൽ കരുത്താർജിക്കുമെന്നും ചൂണ്ടിക്കാട്ടുന്നു. ഇത് രാഷ്ട്രീയമായി ഏറെ തിരിച്ചടിയുണ്ടാകുമെന്ന് CPM വിലയിരുത്തുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി പറയുമ്പോൾ മാത്രമാണ് നേതാക്കൾ ഇതറിഞ്ഞത്. സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിൽ അംഗങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിച്ചു. കോടതിയുടെ അന്ത്യശാസനയുള്ളതിനാൽ അടിയന്തര തീരുമാനമെടുക്കാതെ മറ്റു മാർഗമില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി വിശദീകരിച്ചത്. മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ ചർച്ച അവസാനിച്ചെങ്കിലും നേതാക്കൾക്കിടയിൽ അസ്വാരസ്യം തുടരുകയാണ്. സമാനമായ രീതിയിൽ PM ശ്രീയിലെടുത്ത നിലപാട് ഏറെ കോളിളക്കമുണ്ടാക്കിയതാണെന്ന് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നു.
അതേസമയം പതിവിന് വിപരീതമായി മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അംഗങ്ങൾ തയ്യാറായി എന്നത് ഏറെ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്നു. വരും നാളുകളിൽ ഏറെ തുടർചലനങ്ങൾ ഉണ്ടാക്കാവുന്ന നീക്കമാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 പരമ്പരയിലെ അവസാന മത്സരം നാളെ നടക്കും. 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. നാളെ ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാം. അതേസമയം മലയാളി താരം സഞ്ജു സാംസൺ നാളെ കളിക്കുമോ എന്ന ആകാംക്ഷയിലാണ് ആരാധകർ. രാത്രി 7 മണിക്ക് അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം. ലക്നൌവിലെ ഏകാന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന 4ാം T20 മത്സരം കനത്ത മൂടൽമഞ്ഞ് നേരിട്ടതിന് പിന്നാലെ ഉപേക്ഷിച്ചിരുന്നു. ഇതോടെ 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലെത്തി. അവസാന മത്സരത്തിൽ വിജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാം. ദക്ഷിണാഫ്രിക്ക വിജയിച്ചാൽ പരമ്പര 2-2 എന്ന നിലയിൽ സമനിലയിലും അവസാനിക്കും. ബാറ്റിംഗിലും ബൌളിംഗിലും ഇന്ത്യ മികച്ച ഫോമിലാണ്. അഭിഷേക് ശർമ്മയും തിലക് വർമ്മയുമെല്ലാം ടീം ഇന്ത്യയുടെ ആത്മവിശ്വാസം വാനോളം ഉയർത്തുന്നുണ്ട്. 4ാം T20 മത്സരത്തിന് തൊട്ടുമുൻപായി ഇന്ത്യൻ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന് പരിക്കു പറ്റിയിരുന്നു. അവസാന മത്സരത്തിൽ ഗിൽ കളിക്കാൻ സാധ്യത കുറവാണ്. ഈ സാഹചര്യത്തിൽ സഞ്ജു സാംസൺ അന്തിമ 11-ൽ ഇടം നേടിയേക്കും. അങ്ങനെയെങ്കിൽ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം സഞ്ജു സാംസൺ ഓപ്പൺ ചെയ്യും. അന്താരാഷ്ട്ര T20യിൽ 1000 റൺസ് പൂർത്തിയാക്കാനുള്ള സുവർണ അവസരമാണ് സഞ്ജുവിന്റെ മുന്നിലുള്ളത്. ഇതിനായി സഞ്ജുവിന് വേണ്ടത് ഇനി വെറും 5 റൺസ് മാത്രമാണ്. 5 റൺസ് കൂടി നേടിയാൽ ഇന്റർനാഷണൽ T20യിൽ 1000 റൺസ് പൂർത്തിയാക്കുന്ന 14ാമത്തെ താരമാകാനും സഞ്ജുവിന് സാധിക്കും. T20യിൽ 3 സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറിയും സഞ്ജുവിന്റെ പേരിലുണ്ട്. മറുവശത്ത് സ്ഥിരതയില്ലായ്മയാണ് സൗത്ത് ആഫ്രിക്കയെ അലട്ടുന്ന പ്രധാന പ്രശ്നം. മികവുറ്റ ഒരുപിടി താരങ്ങളുണ്ടെങ്കിലും അവസരത്തിനൊത്ത് ഉയരാൻ താരങ്ങൾക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. എയ്ഡൻ മാർക്രം, ഡേവിഡ് മില്ലർ, ഡെവാൾ ബ്രവിസ് എന്നിവർ ഇതുവരെയും ഫോമിലെത്തിയിട്ടില്ല. ബൌളർമാരുടെ പ്രകടനവും അതുപോലെ തന്നെ. എന്തായാലും ഒരു ജീവൻ മരണ പോരാട്ടത്തിന് സൗത്ത് ആഫ്രിക്ക ഇറങ്ങുമ്പോൾ ജയത്തോടെ പരമ്പര സ്വന്തമാക്കുക എന്നതാണ് ടീം ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നത്. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. മിഡിൽ ഈസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.